ലോ അക്കാദമി നാളെ തുറക്കാൻ ഉറച്ച മാനേജ്മെന്റ് ക്ലാസ് തുടങ്ങാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്ത് നേരിടുമെന്നാണ് VM സുധീരൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞത്. വിദ്യാർത്ഥി സമരം ഇന്ന് 26-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം നാളെ ചേരും. വിശദാംശങ്ങളുമായി സുനിൽ ചേരുന്നു. സുനിൽ, നാളെ കോളേജ് തുറക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് സംരക്ഷണം തേടാനുറച്ച് മാനേജ്മെന്റ് മുന്നോട്ട് പോവുകയാണ്. നാളെ വിദ്യാർത്ഥികൾ എത്തിയാൽ അതേസമയം ചില ദുസൂചനകൾ നൽകുന്നുണ്ട്. വരാൻ മുന്നോട്ട് വരുന്ന വിദ്യാർത്ഥികളെ തടയുമെന്ന തരത്തിലേക്ക് പ്രത്യേകിച്ച് കോൺഗ്രസും നിരാഹാര സമരം നടത്തുന്ന BJPയും ഒക്കെ അവരുടെയൊക്കെ തന്നെ നിലപാടുകൾ എങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരും? നാളെ കോളേജിലെ സ്ഥിതി എന്തായിരിക്കും? പ്രജിഷ, ലോ അക്കാദമിയിൽ നാളെ ക്ലാസുകൾ ആരംഭിക്കാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് പോലീസ് സംരക്ഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ സമരം ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. പ്രത്യേകിച്ച് ഇവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനകൾ രാവിലെ തന്നെ അവർ യോഗം ചേർന്ന് ശക്തമായ സമരവുമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. അവർ പറയുന്നത് 90% കുട്ടികളും സമരവുമായി പുറത്തുണ്ടാകും. ബാക്കി 10% പേർ മാത്രമേ നാളെ ക്ലാസ്സുകളിൽ കയറുകയുള്ളൂ എന്നാണ് പറയുന്നത്. നാളെ ക്ലാസ്സിൽ കയറാൻ വരുന്ന കുട്ടികളെ തടസ്സപ്പെടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും രാവിലെ ഈ ഗേറ്റിന് മുമ്പിൽ ഉപരോധ സമരം നടത്താനുള്ള തീരുമാനവും ചില വിദ്യാർത്ഥി സംഘടനകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏതുതരം സമീപനം സ്വീകരിച്ചാലും അതിന് പിന്തുണയുമായി തന്നെ തങ്ങളുണ്ട് എന്നുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് അല്പം മുമ്പ് VM സുധീരൻ വ്യക്തമാക്കുകയും ചെയ്തു. ബലപ്രയോഗത്തിലൂടെ ക്ലാസുകൾ ആരംഭിച്ച് മുന്നോട്ട് പോകാമെന്ന് മാനേജ്മെന്റ് കരുതേണ്ട, അത് എന്ത് വില കൊടുത്തും തടയും എന്നുള്ള ആ വ്യാമോഹം മാത്രമാണ്. അതിന് എന്ത് വില കൊടുത്തും തടയും എന്ന് VM സുധീരൻ അല്പം മുമ്പ് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ BJPയുടെ നേതാവും നിരാഹാര സമരവുമായി രംഗത്തുണ്ട്. അതുകൊണ്ട് അവരുടെ ഒരു പിന്തുണയും വിദ്യാർത്ഥി സംഘടനകൾക്ക് ഉണ്ട്. ഹോസ്റ്റലേഴ്സിൻ്റെ സമരവും അവർ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ കൂടുതൽ പോലീസിനെ ഈ ഭാഗത്തേക്ക് നിയോഗിക്കാൻ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനവും വന്നിട്ടുണ്ട്. ഏതായാലും സമരം 26-ാം ദിവസത്തിലേക്ക് കടന്നിട്ടും പരിഹാരമില്ലാതെ പോകുന്ന ഒരു പശ്ചാത്തലം. കഴിഞ്ഞ ദിവസം സർക്കാർ തല ചർച്ച നടത്തിയിട്ട് വിദ്യാർത്ഥികൾ ആ ചർച്ചയിൽ തീരുമാനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ ചർച്ച പരാജയപ്പെടുന്ന പശ്ചാത്തലം. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നാളെ ഇതിനകത്ത് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നുണ്ട്. സിൻഡിക്കേറ്റ് യോഗം ഉപസമിതി റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് നടത്തുന്നത്. കാരണം ഉപസമിതി റിപ്പോർട്ടിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കാതെ സർക്കാരിന് കൈമാറുകയായിരുന്നു. സർക്കാർ അത് പരിശോധിച്ച ശേഷം തിരിച്ച് സിൻഡിക്കേറ്റിന് തന്നെ വിടുന്നു. സിൻഡിക്കേറ്റ് ഇക്കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് സൂചന. അതിലും വിദ്യാർത്ഥികൾ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. സർക്കാർ ഇനിയും തങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കും, ഈ വിഷയത്തിന് പരിഹാരം കാണും എന്നാണ് വിദ്യാർത്ഥിനികൾ അല്പം മുമ്പ് നമ്മോട് തന്നെ പ്രതികരിച്ചത്. അത്തരത്തിലൊരു പ്രതീക്ഷ കൈവിടാതെ ശക്തമായ സമരവുമായി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചുറച്ചാണ് ഇവിടെ വിദ്യാർത്ഥികൾ നിലയുറപ്പിക്കുന്നത്. സുനിൽ, മറ്റ് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളിലേക്ക് പോയാൽ അവരുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? നാളെ വരുന്ന വിദ്യാർത്ഥികളെ തടയുമെന്നാണോ അതോ സമരം ശക്തമാക്കി മുന്നോട്ട് പോകും? ഏത് രീതിയിലാണ് അവരുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ വരുന്നത്? പ്രതീക്ഷ, നാളെ ക്ലാസ്സിൽ കയറാൻ പോകുന്ന വിദ്യാർത്ഥികളെ തടയുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം അവരിപ്പോൾ നടത്തുന്നില്ല. കാരണം അവർ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം വിദ്യാർത്ഥികളെ തടയുന്ന തരത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അത് മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പറയുന്നത് കൊണ്ട് തന്നെ ഇക്കാര്യം അവർ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർ ഗേറ്റിൽ ഉപരോധ സമരം സംഘടിപ്പിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കോളേജിനകത്തേക്ക് പ്രവേശിക്കില്ല എന്നുള്ളതാണ്. മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികൾ തന്നെ പറയുന്നത് കൂടുതൽ വിദ്യാർത്ഥികളും ക്ലാസ്സിന് വന്നില്ലെങ്കിലും സമരത്തിന് വന്നില്ലെങ്കിൽ പോലും ക്ലാസ്സിൽ വരാതെ വീട്ടിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് തന്നെ കാണും എന്നുള്ളൊരു രീതിയും പറയുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും അവരും അത്തരത്തിൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് തന്നെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് നാളെ തന്നെ ഇക്കാര്യം, രാവിലെ മുതൽ തന്നെ ഇക്കാര്യം നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകും. കാരണം കുട്ടികൾ സമരവുമായിട്ടാണോ രംഗത്ത്, ഈ ഒരു ഉപരോധ സമരമാണോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ തടസ്സപ്പെടുത്തുന്ന സമരത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും പോലീസിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകും. കാരണം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളൊരു പശ്ചാത്തലമാണ് വഴിയൊരുക്കണം എന്നുള്ള തരത്തിലേക്ക് ഉള്ള ഒരു പരാമർശം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അക്രമ സംഭവങ്ങളോ അല്ലെങ്കിൽ സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് മാനേജ്മെൻറ്റ് കോടതിയെ ധരിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ കോടതി ഇവിടെയുള്ള സമരപന്തൽ അടക്കം ഒഴിപ്പിച്ച് നീക്കാനുള്ള ഒരു ഉത്തരവിടും എന്നുള്ളൊരു സൂചനയും നിയമലേഖകർ തന്നെ നമുക്ക് നൽകുന്നുണ്ട്. അതുതന്നെയാണോ മാനേജ്മെന്റിനും ഒരുപക്ഷെ ഇത്തരത്തിലൊരു ആത്മവിശ്വാസം നൽകുന്നത്? കാരണം നാളെ കോടതിയിലേക്ക് എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ കോടതിയിൽ നിന്നും അനുകൂലമായ തരത്തിലുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ നേടി എടുക്കുക, ആ രീതിയിലാണോ മാനേജ്മെന്റ് ഉറച്ചു നീങ്ങുന്നത്?
തീർച്ചയായും പ്രതീക്ഷ മാനേജ്മെന്റുകൾ കാരണം ഇന്നലെ തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ചർച്ചയിൽ ഉയർന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ സർക്കാർ പറഞ്ഞത് ഒരു പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കണം എന്നുള്ളത് തന്നെയാണ്. അക്കാര്യം അവർ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ചർച്ചയിലൂടെ 5 വർഷം അവരെ മാറ്റി നിർത്തി എന്നുള്ള കാര്യവും ഇന്നലെ ചർച്ചയിൽ പറഞ്ഞു. പക്ഷേ ഇത് വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. ലക്ഷ്മി നായർ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. രാജിവെക്കാതെ സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് മറുപടി പറയാതെ മാനേജ്മെന്റ് ഇന്നലെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മാനേജ്മെന്റ് കൃത്യമായ നിലപാടുകളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവർ നിയമസഹായം തേടി തന്നെയായിരിക്കും ഇനി തുടർ നടപടികളിലേക്ക് കടക്കുക. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ അവർ വ്യക്തമാക്കിയത്. പോലീസ് സുരക്ഷയോടുകൂടി തന്നെ ക്ലാസുകൾ ആരംഭിക്കും. അത് ക്ലാസ്സിൽ എല്ലാ കുട്ടികളും കയറുമെന്നാണ് പ്രതീക്ഷയെന്നാണ് അവർ ഇന്നലെ പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിൽ പോലീസ് സുരക്ഷ ഒരുക്കുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാനേജ്മെന്റ് കോടതിയെ സമീപിക്കും. കാരണം നേരത്തെ തന്നെ മാനേജ്മെന്റ് കോടതിയെ സമീപിച്ചതാണ്. ഇത്തരത്തിൽ ഇവിടെയുള്ള സമരപന്തലുകൾ ഒഴിപ്പിക്കണം എന്നുള്ള തരത്തിൽ അവർ അത്തരത്തിൽ ഒഴിപ്പിക്കാൻ കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളൊരു അഭിപ്രായ പ്രകടനം അവർ നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയ പശ്ചാത്തലത്തിൽ തന്നെ ആ ഒരു കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളത്. ഏതായാലും സമരത്തിൻ്റെ രീതിയെക്കുറിച്ച് നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ ചോദിക്കേണ്ടി വരുന്നു. നാളെ നിങ്ങൾ സമരം ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകും? അല്ല, ഈ ഇത്രയും ദിവസമായി കഴിഞ്ഞല്ലോ, എന്തായാലും ഈ ചർച്ചയിലേക്ക് ഒരു മൂവ്മെൻറ്റും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനിയും സമരം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും, തെരുവുകളിലോട്ട് വ്യാപിക്കും. നാളെ കുട്ടികൾ ഒരുവിധമുള്ള മെജോറിറ്റി നമ്മളോട് തന്നെ ആയിരിക്കും. അവർ കേരള എന്നാണ് വിശ്വാസം. ബാക്കി ഇനിയിപ്പോൾ ഓരോരോ കാര്യങ്ങൾ നാളെ തൊട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് നടപ്പിലാക്കണം. അതായത് നാളെ കുറച്ച് വിഭാഗം കുട്ടികൾ ക്ലാസ്സിലേക്ക് കയറുന്നു. ഇവരെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നിലപാടുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്? ഇല്ല, ഒരിക്കലും അവരെ തടസ്സപ്പെടുത്തില്ല. കാരണം ഇതിപ്പോൾ കോർട്ട് ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു നിലപാടിലോട്ടൊന്നും നമ്മൾ പോയില്ല. മെജോറിറ്റി കുട്ടികൾ നമ്മളോട് തന്നെയെന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയാണ് ഓരോ ലക്ഷണങ്ങളും അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്ക് വൈബ് നമുക്ക് കിട്ടുന്നത്. ബാക്കി എന്താണെന്ന് വെച്ചാൽ നാളെ രാവിലെ തന്നെ നമുക്കറിയാം. തീർച്ചയായും തടസ്സപ്പെടുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് പോകില്ല എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മറിച്ച് സമരം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകും. തങ്ങളുടെ ആവശ്യങ്ങൾ അത് അംഗീകരിക്കുന്നവരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ അവർ ഓരോരോ വിദ്യാർത്ഥി സംഘടനകളും തീരുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുനിൽ, പോലീസിന്റെ ഭാഗത്ത് പോലീസ് എന്താണ് അവരുടെയൊക്കെ തന്നെ നിലപാടുകൾ? പോലീസ് ഇന്നിപ്പോൾ ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള മൊഴിയെടുക്കൽ കോളേജിൽ പുരോഗമിച്ചു. നാളെ ഇനി വലിയ ഒരു പക്ഷേ അർത്ഥത്തിൽ സമരം ശക്തമാവുന്നു, വിദ്യാർത്ഥികൾ വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷാ മുന്നൊരുക്കങ്ങളൊക്കെ ഏത് രീതിയിലാണ്? പ്രതീക്ഷ, നേരത്തെ ബൈജു വന്ന വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴി നേരത്തെ എടുത്തിരുന്നു. അതിൻ്റെ തുടർ പ്രവർത്തനമെന്നോളം ഇവിടെ വന്ന് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് പ്രിൻസിപ്പൽ നിങ്ങളെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചത്, ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പരാതി നൽകിയ കുട്ടിയിൽ നിന്ന് ഓരോ സ്ഥലത്ത് നിന്ന് സംസാരിക്കുക, അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്ന നടപടികളാണ് ബൈജു നടത്തി. അല്പം മുമ്പ് അദ്ദേഹം പോവുകയും ചെയ്തു. പോലീസിൻ്റെ ഒരു മീറ്റിംഗ് ഉച്ചയ്ക്ക് ശേഷം ചേരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് ബൈജു അല്പം മുമ്പ് നമ്മോട് തന്നെ പറഞ്ഞത്. കാരണം സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും നാളെ ഏത് തരത്തിൽ ഇവിടെ പോലീസിനെ വിന്യസിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം അത് ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്കൊക്കെ ആയിരിക്കും ഇവിടെ ചുമതല നൽകുക, DCPയുടെ നേതൃത്വത്തിലാണ് ചുമതല എന്നുള്ളതാണ് ബൈജു തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിൽ പോലീസിൻ്റെ ഒരു യോഗവും അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു യോഗം ഉച്ചയ്ക്ക് ശേഷം ചേരുമെന്നാണ് AC തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം നാളെ ഏത് തരത്തിലുള്ള ഒരു സമരരീതിയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നുള്ള ഒരു മുൻവിധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ കൂടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. നമുക്ക് ഏതായാലും നാളത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് തീർച്ചയായും കുട്ടികൾ ക്ലാസ്സിലേക്ക് വരാൻ പോകുന്ന ഒരു സാഹചര്യവും ഈ സമരത്തിൻ്റെ ഒരു തീവ്രത ഏത് തരത്തിൽ വരും എന്നുള്ളത് ആശങ്കയോടെ കാത്തിരിക്കുന്ന മണിക്കൂറുകളും ആയിരിക്കും. ശരി, സുനിലരിമാനൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോ അക്കാദമിയിൽ ബലപ്രയോഗത്തിലൂടെ ക്ലാസുകൾ നടത്താമെന്ന വ്യാമോഹം വേണ്ടെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ പീപ്പിളിനോട് പറഞ്ഞു. സർക്കാർ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നും സുധീരൻ. പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ന്യായമായ കാര്യം. പ്രശ്നം പരിഹരിക്കാതെ ബലപ്രയോഗത്തിലൂടെ ക്ലാസുകൾ നടത്തിയെടുക്കാം എന്നൊരു വ്യാമോഹം അവർക്കുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ തെറ്റായിരിക്കും പറ്റുന്നത്. അങ്ങനെ അവർ ചിന്തിക്കരുത്. അതിനു പകരം പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കട്ടെ.
ലോ അക്കാദമിയിൽ ഇത് രാഷ്ട്രീയ സമരമായി വളർത്തിയെടുക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. BJP ഒരുക്കിയ കെണിയിൽ മറ്റ് പാർട്ടികൾ വീഴരുത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ സംസ്ഥാനത്ത് സംഘർഷം നിലനിർത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് BJP നടത്തുന്നത്. പ്രിൻസിപ്പൽ സ്ഥാനത്തില്ലാത്തയാൾക്ക് എങ്ങനെ രാജിവെക്കാനാകുമെന്നും നിരാഹാര നാടകം മതിയാക്കണമെന്നും കോടിയേരി തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതോടുകൂടി ഇനിയും സമരം നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരു രാഷ്ട്രീയ സമരമാണ്. ഇതൊരു SFI വിരുദ്ധ സമരമാക്കി മാറ്റാനുള്ള നീക്കമാണ് ആ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കോളേജിലെ കുട്ടികളൊന്നും നിരാഹാരത്തിനില്ലേ? അതുകൊണ്ട് നിരാഹാരത്തിൻ്റെ ഈ നാടകമൊക്കെ മതിയാക്കുന്നതാണ് BJPക്കാർക്ക് നല്ലത്. ഇതൊക്കെ ജനം കണ്ടതല്ലേ. ലോ അക്കാദമി സമരത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് K. മുരളീധരൻ. പ്രശ്നങ്ങൾക്കുടൻ പരിഹാരമുണ്ടാകണമെന്നും മുരളീധരൻ വ്യക്തമാക്കി. കുട്ടികളെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിന്തുണയുണ്ടാവും. പക്ഷേ ഞങ്ങൾ ആരെയും തടയാനും പിടിക്കാനും പോകുന്നില്ല. പക്ഷേ കുട്ടികളെ അങ്ങനെ തടയുകയും അതിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്താൽ ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്വമില്ല. കാരണം ഗവൺമെൻറ് ചെയ്യേണ്ട യുദ്ധത്തിന് പോവല്ല. കുട്ടികളെ വിളിച്ച് ചർച്ച ചെയ്ത് അവരുടെ ആവശ്യം അംഗീകരിക്കണം. AIADMK MLA-മാരുടെ നിർണായക യോഗം ചേരാനിരിക്കെ ശശികലയ്ക്കെതിരെ ആഞ്ഞടിച്ച് DMK നേതാവ് MK സ്റ്റാലിൻ രംഗത്തെത്തി. ജയലളിതയുടെ വീട്ടുവേലക്കാരിയെ മുഖ്യമന്ത്രിയാക്കാനല്ല തമിഴ്നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്തതെന്ന് സ്റ്റാലിൻ. ഉച്ചയ്ക്ക് ശേഷമാണ് AIADMKയുടെ യോഗം ചേരുക. എല്ലാ MLA-മാരോടും യോഗത്തിൽ പങ്കെടുക്കാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യോഗത്തിൽ ശശികലയെ നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിച്ചേക്കും. വാർത്തയിലേക്ക്. കൊച്ചിയിൽ നടന്നുവരുന്ന DYFI അഖിലേന്ത്യാ സമ്മേളനം വമ്പിച്ച യുവജന റാലിയുടെ ഇന്ന് സമാപിക്കും. പുതിയ ഭാരവാഹികളെ ഇന്ന് തെരഞ്ഞെടുക്കും. നേതൃത്വത്തിലെ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതി സമ്മേളനം ഇന്ന് പരിഗണിക്കും. വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഇനിയുള്ള നടപടിക്രമങ്ങൾ, പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുക, അതിനുശേഷം സമാപന സമ്മേളനത്തിലേക്ക് കടക്കുക, എങ്ങനെയൊക്കെയാണ് നടപടിക്രമങ്ങൾ? പ്രതീക്ഷ, പ്രതിനിധി സമ്മേളനം ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അവോയ് മുഖർജി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് നേരത്തെ സമ്മേളനം അംഗീകരിച്ചിരുന്നു. അഖിലേന്ത്യാ പ്രസിഡന്റ് MP രാജേഷ് MP അവതരിപ്പിച്ച രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന് പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ പൂർത്തിയായി. അതിന് മറുപടിയും പറഞ്ഞു. അത് അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ഭരണഘടനാ ഭേദഗതികൾ പരിഗണിച്ചു വരികയാണ് സമ്മേളനം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് DYFIയുടെ വിവിധ ഘടകങ്ങളിൽ, കമ്മിറ്റികളിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഭരണഘടനയനുസരിച്ച് തന്നെ 20% സ്ത്രീ പ്രാതിനിധ്യം കമ്മിറ്റികളിൽ നിഷ്കർഷിക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വാഭാവികമായും അത് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ഇന്ത്യയിലാകമാനമുള്ള ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ്. അതിൻ്റെ സംഘടനാ പ്രാതിനിധ്യത്തിൽ, സംഘടനാ നേതൃത്വത്തിൽ സ്ത്രീ പ്രാതിനിധ്യം 20% നിഷ്കർഷിക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതി വളരെ നിർണായകമായ ഒരു ചുവടുവയ്പ്പ് അല്പസമയത്തിനകം തന്നെ DYFI സമ്മേളനം അംഗീകരിക്കും. ഏതായാലും അതോടുകൂടി സമ്മേളനത്തിൻ്റെ പ്രധാന ഘട്ടങ്ങളെല്ലാം പൂർത്തിയാകും. അവസാനമായി ഇന്ന് ചെയ്യാനുള്ളത് DYFI അടുത്ത കാലഘട്ടത്തിലേക്ക്, അടുത്ത സമ്മേളനകാലം വരെ DYFIയെ ദേശീയ തലത്തിൽ നയിക്കാനുള്ള പൊതു നേതൃനിരയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് നിലവിലുള്ള പ്രസിഡന്റ് MP രാജേഷ് MP സ്ഥാനമൊഴിയാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ പുതിയൊരു നേതൃനിര ഉയർന്നു വരേണ്ടതുണ്ട്. അത് കേരളത്തിൽ നിന്ന് അടക്കമുള്ളവരുടെ പ്രാതിനിധ്യത്തോടുകൂടി പുതിയ നേതാക്കൾ ദേശീയ തലത്തിലുണ്ടാവും. അത് സംബന്ധിച്ച വിവരം അല്പസമയത്തിനകം തന്നെ അറിയാം. പുതിയ നേതാക്കളെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന നേതൃനിര മാധ്യമങ്ങളെ കാണുകയും DYFIയുടെ നിലപാടുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഏതായാലും അതോടുകൂടി കഴിഞ്ഞ 4 ദിവസമായി ഇവിടെ നടന്നു വരുന്ന പ്രതിനിധി സമ്മേളനത്തിന് സമാപനമാവുകയും ചെയ്യും. ഇന്ന് വൈകിട്ടാണ് വലിയ ഒരു പൊതുസമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1 ലക്ഷത്തോളം യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വലിയ റാലിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രകടനം സംഘടനാ നേതൃത്വം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം കൊച്ചിയുടെ സവിശേഷമായ ഗതാഗത കുരുക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ കാരണം അത് സാധാരണ ജനങ്ങൾക്ക് കൊച്ചിയുടെ നഗരജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ അത് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രീകരിച്ചുള്ള പ്രകടനം ഒഴിവാക്കി ഡെലിഗേറ്റ്സുകൾ മാത്രം, സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ മാത്രം രാജേന്ദ്ര മൈതാനത്ത് നിന്ന് പ്രകടനമായി പൊതുസമ്മേളനം നടക്കുന്ന ഫിഡൽ കാസ്ട്രോ നഗറിൽ മറൈൻ ഡ്രൈവിൽ എത്തിച്ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ നേരെ മറൈൻ ഡ്രൈവിലെ ഫിഡൽ കാസ്ട്രോ നഗറിൽ എത്തിച്ചേരുകയും അവിടെ പൊതുസമ്മേളനം ആരംഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ഇതിനകം തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകർ ഇപ്പോൾ ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഹാളിന് സമീപത്തേക്കും പൊതുസമ്മേളനം നടക്കുന്ന ഫിഡൽ കാസ്ട്രോ നഗറിലുമൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ വ്യാപകമായി നഗരത്തിലേക്ക് എത്തുന്നുണ്ട്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രകടനമായും ചെറു ഗ്രൂപ്പുകളുമായും ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും വലിയ ആവേശത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായാണ് ഒരു അഖിലേന്ത്യാ സമ്മേളനത്തിന് ഡിവൈഎഫ്ഐ ഇവിടുത്തെ പ്രാദേശിക പ്രവർത്തകർ ആതിഥ്യം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമ്മേളനം തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു വലിയ ആവേശകരമായ അനുഭവമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് വിജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം അത്രമേൽ ജനപങ്കാളിത്തത്തോടുകൂടി അത്രമേൽ ആവേശത്തോടുകൂടി തന്നെ കൊച്ചിയിലെ യുവാക്കളും ഈ സമ്മേളനത്തെ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു പ്രകടനമെന്ന നിലക്ക് വലിയൊരു ബഹുജന കൂട്ടായ്മ, ബഹുജന റാലി ഇന്ന് വൈകിട്ട് നടക്കുകയും ചെയ്യും. ബഹുജന റാലി ഉദ്ഘാടനം ചെയ്യുന്നത് സീതാറാം യെച്ചൂരി MP ആണ്. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ, MA ബേബി തുടങ്ങി ഒട്ടേറെ പ്രമുഖരും ഈ പൊതുസമ്മേളനത്തെ പങ്കെടുക്കുന്നുണ്ട്. സാലിയാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്. 10ാമത് അഖിലേന്ത്യാ ഡിവൈഎഫ്ഐ സമ്മേളനത്തിന് ആവേശം പകർന്ന വിദേശ പ്രതിനിധികളും ചർച്ചകളിൽ പങ്കാളികളായി. ഓസ്ട്രേലിയ, ഗ്രീസ്, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ എത്തിയത്. കേന്ദ്ര സർക്കാർ വിസ നിഷേധിച്ചതിനാൽ പാകിസ്ഥാനിലടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നേരിട്ടെത്താനായില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ യുവജന സംഘടനയുടെ പ്രവർത്തനങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളും നേരിട്ടറിയാൻ ലഭിച്ച അവസരം പ്രയോജനപ്പെടുത്തി നിരവധി വിദേശ പ്രതിനിധികളാണ് സമ്മേളനത്തിനായി എത്തിയത്. ഓസ്ട്രേലിയ, ഗ്രീസ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, പോർച്ചുഗൽ, ക്യൂബ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് യുവജന സംഘടനാ നേതാക്കൾ പങ്കാളികളായത്. സമ്മേളന നഗരിയിൽ 3ാം ദിനമാണ് വിദേശ പ്രതിനിധികൾക്കായി സെമിനാറുകളും പ്രത്യേക സെഷനുകളും സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര വിഷയങ്ങൾക്കൊപ്പം രാജ്യത്തിനുള്ളിലെ സാമൂഹിക പ്രശ്നങ്ങളിലും നടത്തിയ ചർച്ചകൾ ശ്രദ്ധേയമായെന്ന് പ്രതിനിധികൾ പറയുന്നു. Yes, I'm here representing the Portuguese communist youth. Almost as important as the speeches is to speak with the people, to know, and I feel that there is a very open spirit and solidarity spirit here in this conference of the YFI. So it's been very interesting. പാകിസ്ഥാൻ അടക്കം നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ക്ഷണം നൽകിയെങ്കിലും കേന്ദ്രം വിസ നിഷേധിച്ചതിനാൽ പലർക്കും എത്തിച്ചേരാനായില്ല. വിവിധ രാജ്യങ്ങളിലെ യുവജന സംഘടനകൾ സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ച വീഡിയോ സന്ദേശങ്ങൾ കൈമാറി. ക്യാമറമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. അർബുദ രോഗികൾക്ക് സാന്ത്വനവുമായി ഡിവൈഎഫ്ഐയുടെ സാമ്പത്തിക സഹായം. കൊച്ചിയിൽ നടക്കുന്ന അഖിലേന്ത്യാ സമ്മേളനത്തിനെത്തിയ പ്രതിനിധികൾ 1 ലക്ഷത്തിലധികം രൂപയും സ്വർണ്ണാഭരണവുമാണ് ചികിത്സയ്ക്കായി നൽകിയത്. കഴിഞ്ഞ ദിവസം നടന്ന അവയവദാന സമ്മതപത്രം ഒപ്പുവെച്ചതിന് പിറകെ മറ്റൊരു മാതൃകാപരമായ കർമ്മത്തിനു കൂടി സാക്ഷിയായി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന വേദിയായ രോഹിത് വെമുല നഗർ. നിർധന കുടുംബത്തിലെ അർബുദ രോഗികൾക്ക് കൈത്താങ്ങായി സമ്മേളനത്തിനെത്തിയ പ്രതിനിധികളുടെ ധനശേഖരണം. വ്യക്തികൾക്ക് പുറമെ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും സഹായ വാഗ്ദാനങ്ങളുമായി മത്സരിച്ചപ്പോൾ ഞൊടിയിടയിൽ 1,06,242 രൂപയാണ് പിരിഞ്ഞുകിട്ടിയത്. സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി will contribute ₹10,000. Then the Kerala State Committee of DYFI will contribute ₹10,000. Kannur District Committee of Kerala, Comrade Regina and Comrade Fasila, a member of Malappuram District Committee of Kerala, both of them have announced that they will contribute their hair to cancer patients for making big. ഡിവൈഎഫ്ഐ കേരള സംസ്ഥാന സമിതി അംഗം ജിജി സ്വർണ്ണമോതിരമാണ് സംഭാവനയായി നൽകിയത്. സഹായം എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഡാലിയക്ക് കൈമാറി. പരിപാടിക്ക് MP രാജേഷ് MP, അബോയ് മുഖർജി, P രാജീവ്, M സ്വരാജ് MLA തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. RSS സംഘപരിവാർ ശക്തികളുടെ വർഗീയതയ്ക്കെതിരെ ദളിത് മുസ്ലിം സംഘടനകളും കമ്മ്യൂണിസ്റ്റുകളും ഒന്നിക്കണമെന്ന് രോഹിത് വെൺമുനയുടെ അമ്മ രാധിക വിമല. സമത്വത്തിനുള്ള പോരാട്ടങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും അവർ കൊച്ചിയിൽ പറഞ്ഞു. ഡിവൈഎഫ്ഐ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അവർ. മകൻ രാജവിമുലയും സെമിനാറിൽ പങ്കെടുത്തു. കൊല്ലത്തിന്റെ കായൽ സൗന്ദര്യം ആസ്വദിച്ച് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേരളത്തിന്റെ ടൂറിസത്തിന്റെ സാധ്യതകൾ വിലയിരുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ടൂറിസം വികസനം സംബന്ധിച്ച പാർലമെന്ററി ഉപസമിതിയുടെ തലവൻ കൂടിയായ സീതാറാം യെച്ചൂരിയുടെ കായൽ സഞ്ചാരം. DTPCയുടെ ചെറുബോട്ടിലായിരുന്നു യെച്ചൂരിയുടെയും സംഘത്തിന്റെയും കായൽ യാത്ര. ഒപ്പം മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മയും CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാലും. കായൽ സൗന്ദര്യം ആസ്വദിച്ച യെച്ചൂരി അഷ്ടമുടിക്കായലിന്
ടൂറിസം രംഗത്ത് അനന്ത സാധ്യതകളുണ്ടെന്ന് വിലയിരുത്തി. ടൂറിസം വികസനം സംബന്ധിച്ച് പാർലമെന്റ് സമിതി നൽകിയ റിപ്പോർട്ട് ഇതുവരെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയില്ലെന്ന് യെച്ചൂരി പറഞ്ഞു. I submitted a very detailed report on the potential for development of tourism in Kerala. The UDF government was here then. Nothing much happened on it. But on the basis of that report, Kerala tourism was awarded a medal and a trophy by the UNESCO. But that report is still not being implemented. അഷ്ടമുടി കായലിന്റെ ജൈവ വൈവിധ്യവും ദേശാടന പക്ഷികളെക്കുറിച്ചും മേഴ്സിക്കുട്ടിയമ്മ KN ബാലഗോപാലും സീതാറാം യെച്ചൂരിയെ ബോധ്യപ്പെടുത്തി. 1980-ൽ MA ബേബിക്കൊപ്പം നടത്തിയ കൊല്ലത്തെ കായൽ യാത്രയുടെ ഓർമ്മകളും പങ്കുവച്ചാണ് യെച്ചൂരി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ള ഒറ്റപ്പാലം PK ദാസ് മെഡിക്കൽ കോളേജിൽ ആസിഡ് കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 2 വനിതാ ജീവനക്കാരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. റേഡിയോളജി വിഭാഗത്തിലെ ജീവനക്കാരികളെ ഡ്യൂട്ടിക്കിടെയാണ് ആസിഡ് കഴിച്ച് അവശനിലയിൽ കണ്ടെത്തിയത്. വിടുതൽ സമയത്ത് ആശുപത്രിയിൽ നിന്ന് ലഭിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാത്തതാകാം ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ശനിയാഴ്ച പുലർച്ചെ 3:30യോടെയാണ് ഒറ്റപ്പാലം PK ദാസ് മെഡിക്കൽ കോളേജിലെ റേഡിയോളജി വിഭാഗത്തിലെ 2 വനിതാ ജീവനക്കാരെ അവശനിലയിൽ കണ്ടെത്തിയത്. നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പേരും ആസിഡ് കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ഇതേ മെഡിക്കൽ കോളേജിൽ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ബോണ്ട് അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇവർ. സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ച ഇരുവരുടെയും അവസാന പ്രവൃത്തി ദിവസമാണ് ആത്മഹത്യാശ്രമം ഉണ്ടായത്. സർട്ടിഫിക്കറ്റുകൾ ഇന്നലെ തിരിച്ചു നൽകാമെന്നായിരുന്നു മാനേജ്മെന്റ് അറിയിച്ചത്. എന്നാൽ ഇത് ലഭിക്കാത്തതിലുള്ള മനോവിഷമമാകാം ആത്മഹത്യാശ്രമത്തിന് കാരണമെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റിൽ എന്താ വരുന്നതെന്നും പറയാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് മറ്റേത് കടലാസ് കൊടുത്തില്ല, അതൊക്കെ മറ്റേ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല, ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാലല്ലേ, ഇപ്പം നിങ്ങൾ കുറേ പഠിക്കണ്ട, അത് കിട്ടിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ആവുള്ളൂ. സംശയം. എന്നാൽ അടുത്ത സൗഹൃദത്തിലായിരുന്ന ഇരുവർക്കും വേർപിരിയുന്നതിലെ വിഷയമാവാം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് മാനേജ്മെന്റിന്റെ വാദം. അത്യാസന്ന നിലയിലായ 2 പേരെയും ഇതേ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒറ്റപ്പാലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്പോർട്സ് ലോട്ടറി നടത്തിപ്പിൽ അഴിമതി നടന്നിട്ടില്ലെന്ന് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് TP ദാസൻ. ലോട്ടറി വിറ്റ് കിട്ടിയ പണം മുഴുവനും സർക്കാരിൽ അടച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പൂർണ്ണമായ കണക്കുകളും രേഖകളുമുണ്ട്. ആരോപണങ്ങളും കേസും പുകമറ സൃഷ്ടിക്കാനാണെന്നും വിജിലൻസ് കേസിനെ നിയമപരമായി നേരിടുമെന്നും TP ദാസൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ടിക്കറ്റ് വിറ്റ വകയിൽ കണക്കില്ലായ്മ എന്ന് പറയുന്ന ഒരു സംഗതിയും ആഫീസിലില്ല. എല്ലാ കണക്കൂടുണ്ട്, കണക്കില്ല. സ്പോർട്സ് ലോട്ടറി നഷ്ടമാണ്, സ്പോർട്സ് ലോട്ടറി കൊണ്ട് കൗൺസിലൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിലൊന്നും വസ്തുതക്ക് നിരക്കാത്തതാണ്, ഒരു അർത്ഥവുമില്ലാത്തതാണ്. ഇതെല്ലാം എന്തെല്ലോ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. കാരുണ്യ പ്രവർത്തന മേഖലയിൽ പുതിയ മാനം നൽകി ജോസുകുട്ടി ഫൗണ്ടേഷൻ കുണ്ട്രയിൽ പ്രവർത്തനം തുടങ്ങി. CPIM കുണ്ട്ര ഏരിയ സെക്രട്ടറിയായിരുന്ന M ജോസുകുട്ടിയുടെ സ്മരണാർത്ഥം രൂപീകരിച്ച ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം മുക്കടയിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിർവഹിച്ചു. ജോസുകുട്ടിയുടെ 4 പതിറ്റാണ്ട് കാലത്ത് ഐതിഹാസിക ജീവിതത്തിന്റെ ജനകീയ അംഗീകാരമായിരുന്നു ഫൗണ്ടേഷൻ ഉദ്ഘാടന സ്ഥലത്തേക്കുള്ള ജനസാഗരം. സാംസ്കാരിക സാമുദായിക മേഖലയിൽ നിന്നടക്കം ജോസുകുട്ടിയിലെ ജനനായകനെ അടുത്തറിഞ്ഞിട്ടുള്ള നാനാതുറകളിൽ നിന്നുള്ള ബഹുജനങ്ങൾ കുണ്ടറ മുക്കട ജംഗ്ഷനിൽ തടിച്ചുകൂടി. വിദ്യാഭ്യാസ, സാംസ്കാരിക, ആരോഗ്യ മേഖലയിലടക്കം 17ഓളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഫൗണ്ടേഷന്റെ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫൗണ്ടേഷന്റെ ലോഗോ സീതാറാം യെച്ചൂരി പ്രകാശനം ചെയ്തു. ഫൗണ്ടേഷന്റെ സേവനത്തിനായി പ്രവാസി വ്യവസായി തസീം വാങ്ങി നൽകിയ ആംബുലൻസിന്റെ താക്കോൽദാനം ജോസുകുട്ടിയുടെ ഭാര്യ മോളി മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് നൽകി നിർവഹിച്ചു. ഫൗണ്ടേഷൻ വിദ്യാഭ്യാസ എൻഡോമെന്റ് SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ 4 വിദ്യാർത്ഥികൾക്ക് നൽകി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ഗുരുദാസൻ നിർവഹിച്ചു. കയർ ഫണ്ടിന്റെ സഹായത്തോടെ കയറിൽ തീർത്ത ഉപഹാരം സീതാറാം യെച്ചൂരിക്ക് MABB സമ്മാനിച്ചു. യോഗത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ MABB അധ്യക്ഷനായി. CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ, SL സച്ചികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 2 സംസ്ഥാനങ്ങൾ വിധിയെഴുതി. പഞ്ചാബിലും ഗോവയിലും വോട്ടെടുപ്പ് അവസാനിച്ചു. പഞ്ചാബിൽ 70%, ഗോവയിൽ 83%മാണ് പോളിംഗ്. അകാലിദൾ കോട്ടയായ മണ്ഡലങ്ങളിൽ ഇത്തവണ പോളിംഗ് കുത്തനെ ഇടിഞ്ഞത് BJP സഖ്യത്തിന് തിരിച്ചടിയായിട്ടുണ്ട്. 12 ലക്ഷം ലിറ്റർ മദ്യവും 2500 കിലോ മയക്കുമരുന്നും പഞ്ചാബിൽ നിന്നും പിടികൂടിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പ്രതീക്ഷിച്ചതുപോലെ ഒരു വൻ പോളിംഗ് ഇത്തവണ പഞ്ചാബിൽ ഉണ്ടായില്ല.
8 മണിക്ക് ആരംഭിച്ച പോളിംഗ് ആദ്യ 2 മണിക്കൂറിൽ 10% താഴെയായിരുന്നത് 5 മണിയോടെ 75% ഒതുങ്ങി. കഴിഞ്ഞ തവണ 79% പോളിംഗ് ഇത്തവണ 85% മുകളിൽ പോകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതീക്ഷിച്ചത്. 117 സീറ്റുകളിൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന പഞ്ചാബിൽ 1147 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അമരീന്ദർ സിംഗും മത്സരിക്കുന്ന ലാംബി മണ്ഡലത്തിൽ വോട്ടിംഗ് ശതമാനം എന്നാൽ കുറഞ്ഞു. ഉപമുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് ബാദലും ആം ആദ്മിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഭഗവത് മന്നും മത്സരിച്ച ജലാലാബാദ് മണ്ഡലത്തിലും വോട്ടിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞു. പോളിംഗ് പെർസെന്റേജ് ഇസ് കൺസേൺഡ് at 5 p.m. the tentative figure reported from various channels like SMS on phone calls is 70%. വോട്ടിംഗ് മെഷീനുകളിലെ സാങ്കേതിക തകരാർ മൂലം അമൃത്സർ ജലന്ധർ മണ്ഡലങ്ങളിൽ 40 മിനിറ്റ് വൈകിയാണ് പോളിംഗ് നടന്നത്. സാങ്കേതിക തകരാർ മൂലം മജീദ മണ്ഡലത്തിൽ മണിക്കൂറുകളോളം പോളിംഗ് നിർത്തിവച്ചു. ഒറ്റപ്പെട്ട ചില മേഖലകളിൽ അകാലിദൾ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. പഞ്ചാബിൽ പോളിംഗ് തുടങ്ങിയതിന് 1 മണിക്കൂർ മുമ്പേ ഗോവയിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. ശക്തമായ ചതുഷ്കോണ മത്സരം നടക്കുന്ന ഗോവയിലെ 40 സീറ്റുകളിൽ 250 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. പഞ്ചാബിനേക്കാൾ മികച്ച പോളിംഗ് ആണ് ഗോവയിലെ 1642 ബൂത്തുകളിലും ദൃശ്യമായത്. സ്ത്രീകൾക്ക് മാത്രം പോളിംഗ് സൗകര്യം ഒരുക്കിയ പിങ്ക് ബൂത്തുകളും ജനശ്രദ്ധ പിടിച്ചുപറ്റി. ഗ്രാമീണ മേഖലയിൽ വോട്ടിംഗ് ശതമാനത്തിൽ വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ അകാലിദൾ കോട്ടയായ ജലാലാബാദ്, ലാംബി ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇത് BJPക്ക് കനത്ത തിരിച്ചടിയേകുമെന്നാണ് ആം ആദ്മിയുടെ അവകാശവാദം. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കരൻ, ദില്ലി. വെള്ളൂരിലെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് സ്വകാര്യവൽക്കരണം വേഗത്തിലാക്കിയ കേന്ദ്ര സർക്കാർ. കമ്പനിയുടെ ആസ്തി വിവരങ്ങൾ കണക്കാക്കാൻ യോഗ്യരായ കമ്പനികളെ തേടി വിജ്ഞാപനമിറക്കി. കോട്ടയം ജില്ലയിലെ ഏക പൊതുമേഖലാ സ്ഥാപനമായ HNL സ്വകാര്യവൽക്കരണത്തിനെതിരെ തൊഴിലാളികൾ സമരരംഗത്തേക്ക്. മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് 600 ഏക്കറിൽ 100 കോടി രൂപ മുതൽ മുടക്കി കേന്ദ്ര സർക്കാർ 1982 ആരംഭിച്ച ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന് വളർച്ചയുടെയും വികസനത്തിന്റെയും പാതകൾ തരണം ചെയ്യാനുള്ള സാധ്യതകളും ശക്തിയുമുണ്ട്. നാളിതുവരെ ഉൽപാദന ലക്ഷ്യത്തിന് മുകളിൽ ഉൽപാദനം വർദ്ധിപ്പിച്ച് മിനിരത്ന കമ്പനിയിൽ ഇടം നേടിയ HNL 2012-13 വരെയുള്ള വർഷങ്ങളിൽ തുടർച്ചയായി ലാഭം നേടി. കമ്പനി ലാഭവിഹിതമായി 117 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന് നൽകിയത്. ന്യൂസ് പ്രിന്റ് ഇറക്കുമതി ചുങ്കം കേന്ദ്ര സർക്കാർ പൂർണ്ണമായി എടുത്തുകളഞ്ഞതും കാലോചിതമായി കമ്പനിയെ വൈവിധ്യവൽക്കരിക്കാൻ തയ്യാറാകാത്തതും HNL-ന് തിരിച്ചടിയായി. 2012 മുതൽ 15 വരെ നഷ്ടമുണ്ടായി. 2015-16 അതെല്ലാം അതിജീവിച്ച് 1,42,00,000 രൂപ ലാഭം നേടിയ HNL ശക്തമായ തിരിച്ചുവരവ് നടത്തി. ഈ സാഹചര്യത്തിലാണ് HNL സ്വകാര്യവൽക്കരണവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് CITU ദേശീയ സെക്രട്ടറി K. ചന്ദ്രൻപിള്ള പറഞ്ഞു. ഇറക്കുമതിയുടെ ഭീഷണിയിൽ നിന്ന്, ചിന്താശൂന്യമായ തീരുവ ഒഴിവാക്കലിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറുകയും കാലോചിതമായ വികസനത്തിന് സാങ്കേതികവിദ്യ അടക്കം സ്വീകരിക്കുന്നതിന് അവരെ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആവശ്യം. കമ്പനിയുടെ ആസ്തി വിവരങ്ങൾ കണക്കാക്കാൻ യോഗ്യരായ കമ്പനികളെ തേടി കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. 2 മാസത്തിനകം ആസ്തികൾ കണക്കാക്കി കമ്പനി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനാണ് കേന്ദ്ര നീക്കം. കമ്പനി സ്വകാര്യവൽക്കരണത്തിനെതിരെ CITU, INTUC, BMS എന്നീ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതി പ്രക്ഷോഭത്തിലാണ്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോഴിക്കോട് പേരാമ്പ്രയിൽ ആരംഭിക്കുന്ന കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നാളികേരത്തിൽ നിന്നും വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നാളികേര കൃഷിക്ക് പ്രോത്സാഹനം നൽകുകയാണ് കമ്പനി ലക്ഷ്യം വയ്ക്കുന്നത്. നാളികേര വികസന ബോർഡിന്റെ മേൽനോട്ടത്തിൽ നാളികേരത്തിൽ നിന്നും നിർമ്മിക്കാൻ കഴിയുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും നിർമ്മിച്ച് വിപണിയിലെത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് കമ്പനിയുടെ പ്രവർത്തനം. 10 കോടി മൂലധനത്തിൽ ആരംഭിക്കുന്ന കമ്പനിയിൽ 220 നാളികേര സൊസൈറ്റികളും 15 ഫെഡറേഷനുകളും അംഗങ്ങളാണ്. കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ പിന്തുണ അറിയിച്ചു. വരും കാലത്തേക്ക് കൂടുതൽ പദ്ധതികൾ ഈ തേങ്ങ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നതും തേങ്ങയിൽ അധിഷ്ഠിതമായ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതുമായ പദ്ധതികൾക്ക് സർക്കാർ രൂപം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഓഹരി വിലയേക്കാൾ 3 രൂപ അധിക വിലയ്ക്കാണ് കമ്പനി നാളികേര കർഷകരിൽ നിന്നും നാളികേരം സംഭരിക്കുക. നീര ഹണി, നീര ഷുഗർ, വിനെഗർ, തേങ്ങാപ്പാൽ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളാണ് വിദേശ വിപണി ലക്ഷ്യമിട്ട് കമ്പനി ഉത്പാദിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് LP സ്കൂൾ ഇനി പൊതുജനങ്ങൾക്ക് സ്വന്തം. സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തോട് തോന്നിയ അനുഭാവത്താൽ ഒരു സ്കൂളും അടച്ചുപൂട്ടരുതെന്ന് ആഗ്രഹിച്ച് സ്കൂൾ മാനേജറായ കൃഷ്ണമാരാറാണ് തന്റെ വിദ്യാലയം സർക്കാരിന് നൽകിയത്. സ്കൂളിന്റെ താക്കോൽ മന്ത്രി KT ജലീലിന് പൊതുവേദിയിൽ വെച്ചാണ് കൃഷ്ണമാരാർ കൈമാറിയത്.
സാമ്പത്തിക നഷ്ടം, വിദ്യാർത്ഥികളുടെ കുറവ് തുടങ്ങിയ കാരണങ്ങളാൽ ഒരു വിദ്യാലയവും അടച്ചുപൂട്ടരുതെന്ന് ആഗ്രഹിച്ച അധ്യാപകന്റെയും ഒപ്പം മാനേജറുടെയും മനസ്സിന് സാക്ഷ്യം വഹിച്ച സദസ്സായി മാറുകയായിരുന്നു തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് ഇൻഡോർ പാർക്കിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലെത്തിയ സദസ്സ്. 1 മുതൽ 4 വരെ 4 ക്ലാസുകളും 4 അധ്യാപകരും മാത്രമുള്ള കാഞ്ഞിരങ്ങാട് ALP സ്കൂളാണ് മാനേജറും സ്കൂളിലെ മുൻ അധ്യാപകനുമായിരുന്ന കൃഷ്ണമാരാർ സർക്കാരിന് സമർപ്പിച്ചത്. പരിസ്ഥിതിയിൽ മുൻപോട്ട് കൊണ്ടുപോയതിനെ കൊണ്ടാവില്ല, സാമ്പത്തിക ബാധ്യതയുണ്ട്. കുട്ടികൾ കുറവായതുകൊണ്ട് അത് അനാദായകരമാണെന്നെല്ലാം പറഞ്ഞിട്ട് പൂട്ടാനുള്ള ആലോചനയുണ്ട്. അത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. തൽക്കാലം സ്കൂളിൽ പോയി അങ്ങനെ നിൽക്കട്ടെ എന്ന് നടന്നു പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനായിട്ട് കളയാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് സ്കൂളിന്റെ താക്കോൽ മന്ത്രി KT ജലീലിന് കൃഷ്ണമാരാർ കൈമാറി. പഠിക്കാൻ ശ്രമിക്കുകയും നൂതനമായ ആശയങ്ങൾ നമ്മുടെ അധ്യാപന ജോലിയിലേക്ക് വിളക്കി ചേർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അവിടെയാണ് നല്ല അധ്യാപകന്മാരുടെ പിറവി ഉണ്ടാവുന്നത്. 1921 ആരംഭിച്ച സ്കൂൾ 40-ൽ കൃഷ്ണമാരാർ ഏറ്റെടുക്കുകയായിരുന്നു. തലമുറകൾക്ക് വിദ്യാഭ്യാസം നൽകിയ വിദ്യാലയത്തിൽ 2000-2010 കാലഘട്ടത്തിൽ 7 ഡിവിഷനും 229 കുട്ടികളുമായി നല്ല നിലയിൽ നീങ്ങിയിരുന്നു. വിദ്യാഭ്യാസം ലാഭം ലക്ഷ്യമാക്കി നീങ്ങിയപ്പോൾ മറ്റ് മാനേജ്മെന്റ് സ്കൂളിനൊപ്പം വാഹനങ്ങൾ, ഇംഗ്ലീഷ് മീഡിയം ഇവ തേടി നാട്ടുകാരും വിദ്യാർത്ഥികളും പോയി. എന്നാൽ ജെയിംസ് മാത്യു MLA അടക്കം സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ട് കൃഷ്ണമാരാറെ കണ്ടപ്പോൾ സർക്കാരിന് നൽകാമെന്ന് അറിയിക്കുകയായിരുന്നു 97 കഴിഞ്ഞ ഈ മാതൃകാ അധ്യാപകൻ. 96 വർഷങ്ങളിലേറെയായി തലമുറകൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്ന കാഞ്ഞിരങ്ങാട് ALP സ്കൂളിന് ഇനി സർക്കാർ പുതുജീവൻ നൽകും. കാഞ്ഞിരങ്ങാട് നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. നിലയുടെ ബാലസാഹിത്യകാരൻ MS കുമാറിന്റെ എഴുത്തിന്റെ 50-ാം വാർഷികം പട്ടാമ്പിയിലെ ജന്മനാടായ ഞാങ്ങാട്ടിരിയിൽ ആഘോഷിച്ചു. അരനൂറ്റാണ്ടിനിടയിൽ 81 പുസ്തകങ്ങളാണ് MS കുമാർ രചിച്ചത്. ഭാരതപ്പുഴയുടെ തീരങ്ങളിലെ വിത്തുകൾ, ചരിത്ര സംഭവങ്ങൾ, പോരാട്ടങ്ങൾ, ചെറുത്തുനിൽപ്പുകൾ ഇവയെല്ലാം കുട്ടികൾക്ക് കഥാരൂപത്തിൽ പകർന്നു നൽകിയ നിളയുടെ ബാലസാഹിത്യകാരൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് MS കുമാർ. ബാലസാഹിത്യ മേഖലയിൽ ഒരുപക്ഷെ ഇത്രത്തോളം മൗലികമായ കാഴ്ചപ്പാടോടുകൂടി സൃഷ്ടി നടത്തിയിട്ടുള്ള ആൾക്കാർ വളരെ കുറവായി. എഴുത്തിന്റെ 50-ാം വാർഷിക വേളയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വാർത്തെടുത്തത് വായനയെ സ്നേഹിക്കുന്ന തലമുറകളെയാണ്. കുട്ടികൾക്കായി 6 പുസ്തകങ്ങൾ കൂടി പുറത്തിറക്കിക്കൊണ്ടാണ് MS കുമാർ എഴുത്തിന്റെ 50-ാം വാർഷികം ആഘോഷിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലഭിച്ച മഹാകവി അക്കിത്തത്തെ സാംസ്കാരിക മന്ത്രി AK ബാലൻ ആദരിച്ചു. കുമരനല്ലൂരിലെ വീട്ടിലെത്തിയാണ് പൊന്നാടയണിയിച്ച് മന്ത്രി സംസ്ഥാന സർക്കാരിന്റെ ആദരം അറിയിച്ചത്. അക്കിത്തത്തിന് നേരത്തെ ലഭിക്കേണ്ടതായിരുന്നു പത്മ പുരസ്കാരമെന്ന് മന്ത്രി പറഞ്ഞു. വൈകിയാണെങ്കിലും ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. മുൻ തൃത്താല MLA VK ചന്ദ്രന് മന്ത്രിക്കൊപ്പം അക്കിത്തത്തിന്റെ വീട്ടിലെത്തി. ട്രെയിൻ യാത്രയ്ക്കിടെ ഭക്ഷ്യവിഷബാധയേറ്റ് പട്ടാമ്പിയിലെ വിവിധ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട കുട്ടികൾ ചികിത്സയിൽ തുടരുന്നു. ഇന്നലെ രാത്രിയാണ് കൊച്ചുവേളി ബിക്കാനീർ എക്സ്പ്രസിൽ യാത്ര ചെയ്ത 16 പേരെ താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചത്. കൊച്ചിയിൽ കേരള ഫുട്ബോൾ ട്രെയിനിംഗ് ക്യാമ്പിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന കോഴിക്കോട് സ്വദേശികളായ വിദ്യാർത്ഥികളാണ് എല്ലാവരും. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടാണ് ട്രെയിനിൽ കയറിയത്. ഛർദിയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ട്രെയിൻ പട്ടാമ്പിയിലെത്തിയപ്പോൾ RPF ഉദ്യോഗസ്ഥർ ഇടപെട്ടവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പ്രബുദ്ധ കേരളം MTയെ സംരക്ഷിക്കാൻ കോട്ട പോലെ ഉറച്ചു നിൽക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. MT മൂല്യങ്ങൾക്ക് വേണ്ടി പോരാടിയ വ്യക്തിയെന്നും യാഥാസ്ഥിതികരിൽ നിന്നും വാഗ്ഭടാനന്ദൻ നേരിട്ട അതേ എതിർപ്പുകളാണ് MTക്കും ഇന്ന് നേരിടുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. കോഴിക്കോട് വടകരയിൽ ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് ഏർപ്പെടുത്തിയ വാഗ്ഭടാനന്ദ പുരസ്കാരം MTക്ക് നൽകി സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. 10ാമത് അഖിലേന്ത്യാ DYFI സമ്മേളനത്തിന് ആവേശം പകർന്ന വിദേശ പ്രതിനിധികളും ചർച്ചകളിൽ പങ്കാളികളായി. ഓസ്ട്രേലിയ, ഗ്രീസ്, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ എത്തിയത്. കേന്ദ്ര സർക്കാർ വിസ നിഷേധിച്ചതിനാൽ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നേരിട്ടെത്താനായില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ യുവജന സംഘടനയുടെ പ്രവർത്തനങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളും നേരിട്ടറിയാൻ ലഭിച്ച അവസരം പ്രയോജനപ്പെടുത്തി നിരവധി വിദേശ പ്രതിനിധികളാണ് സമ്മേളനത്തിനായി എത്തിയത്. ഓസ്ട്രേലിയ, ഗ്രീസ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, പോർച്ചുഗൽ, ക്യൂബ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് യുവജന സംഘടനാ നേതാക്കൾ പങ്കാളികളായത്.
സമ്മേളന നഗരിയിൽ 3-ാം ദിനമാണ് വിദേശ പ്രതിനിധികൾക്കായി സെമിനാറുകളും പ്രത്യേക സെഷനുകളും സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര വിഷയങ്ങൾക്കൊപ്പം രാജ്യത്തിനുള്ളിലെ സാമൂഹിക പ്രശ്നങ്ങളിലും നടത്തിയ ചർച്ചകൾ ശ്രദ്ധേയമായെന്ന് പ്രതിനിധികൾ പറയുന്നു. Yes, I'm here representing the Portuguese communist youth. Almost as important as the speeches is to speak with the people, to know, and I feel that there is a very open spirit and solidarity spirit here in this conference of the YFI. So it's been very interesting. പാകിസ്ഥാൻ അടക്കം നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ക്ഷണം നൽകിയെങ്കിലും കേന്ദ്രം വിസ നിഷേധിച്ചതിനാൽ പലർക്കും എത്തിച്ചേരാനായില്ല. വിവിധ രാജ്യങ്ങളിലെ യുവജന സംഘടനകൾ സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ച വീഡിയോ സന്ദേശങ്ങൾ കൈമാറി. ക്യാമറമാൻ പി സലീമിനൊപ്പം CG ദിൽജിത്ത്. അർബുദ രോഗികൾക്ക് സാന്ത്വനവുമായി ഡിവൈഎഫ്ഐയുടെ സാമ്പത്തിക സഹായം. കൊച്ചിയിൽ നടക്കുന്ന അഖിലേന്ത്യാ സമ്മേളനത്തിലെത്തിയ പ്രതിനിധികൾ 1 ലക്ഷത്തിലധികം രൂപയും സ്വർണ്ണാഭരണവുമാണ് ചികിത്സയ്ക്കായി നൽകിയത്. കഴിഞ്ഞ ദിവസം നടന്ന അവയവദാന സമ്മതപത്രം ഒപ്പുവെച്ചതിന് പിറകെ മറ്റൊരു മാതൃകാപരമായ കർമ്മത്തിനു കൂടി സാക്ഷിയായി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന വേദിയായ രോഹിത് വെമുല നഗർ. നിർധന കുടുംബത്തിലെ അർബുദ രോഗികൾക്ക് കൈത്താങ്ങായി സമ്മേളനത്തിനെത്തിയ പ്രതിനിധികളുടെ ധനശേഖരണം. വ്യക്തികൾക്ക് പുറമെ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും സഹായ വാഗ്ദാനങ്ങളുമായി മത്സരിച്ചപ്പോൾ ഞൊടിയിടയിൽ 1,06,242 രൂപയാണ് പിരിഞ്ഞുകിട്ടിയത്. Central Executive Committee will contribute ₹10,000. Then the Kerala State Committee of DYFI will contribute ₹10,000. Kannur District Committee of Kerala, Comrade Regina and Comrade Fasila, a member of Malappuram District Committee of Kerala, both of them have announced that they will contribute their hair to cancer patients for making big. ഡിവൈഎഫ്ഐ കേരള സംസ്ഥാന സമിതി അംഗം ജിജി സ്വർണ്ണമോതിരമാണ് സംഭാവനയായി നൽകിയത്. സഹായം എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഡാലിയക്ക് കൈമാറി. പരിപാടിക്ക് MP രാജേഷ് MP, അബോയ് മുഖർജി, P രാജീവ്, M സ്വരാജ് MLA തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. RSS സംഘപരിവാർ ശക്തികളുടെ വർഗീയതയ്ക്കെതിരെ ദളിത് മുസ്ലിം സംഘടനകളും കമ്മ്യൂണിസ്റ്റുകളും ഒന്നിക്കണമെന്ന് രോഹിത് വെമുലയുടെ അമ്മ രാധിക വെമുല. സമത്വത്തിനുള്ള പോരാട്ടങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും അവർ കൊച്ചിയിൽ വ്യക്തമാക്കി. DYFI സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അവർ. മകൻ രാജാ വെമുലയും സെമിനാറിൽ പങ്കെടുത്തു. കൊല്ലത്തിന്റെ കായൽ സൗന്ദര്യം ആസ്വദിച്ച് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കേരളത്തിന്റെ ടൂറിസത്തിന്റെ സാധ്യതകൾ വിലയിരുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ടൂറിസം വികസനം സംബന്ധിച്ച പാർലമെന്ററി ഉപസമിതിയുടെ തലവൻ കൂടിയായ സീതാറാം യെച്ചൂരിയുടെ കായൽ സഞ്ചാരം. DTPCയുടെ ചെറുബോട്ടിലായിരുന്നു യെച്ചൂരിയുടെയും സംഘത്തിന്റെയും കായൽ യാത്ര. ഒപ്പം മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മയും CPIM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാലും. കായൽ സൗന്ദര്യം ആസ്വദിച്ച യെച്ചൂരി അഷ്ടമുടിക്കായലിന് ടൂറിസം രംഗത്ത് അനന്ത സാധ്യതകളുണ്ടെന്ന് വിലയിരുത്തി. ടൂറിസം വികസനം സംബന്ധിച്ച് പാർലമെന്റ് സമിതി നൽകിയ റിപ്പോർട്ട് ഇതുവരെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയില്ലെന്ന് യെച്ചൂരി പറഞ്ഞു. I submitted a very detailed report on the potential for development of tourism in Kerala. The UDF government was here then. Nothing much happened on it. But on the basis of that report, Kerala tourism was awarded a medal and a trophy by the UNESCO. But that report is still not being implemented. അഷ്ടമുടി കായലിന്റെ ജൈവ വൈവിധ്യവും ദേശാടന പക്ഷികളെക്കുറിച്ചും മേഴ്സിക്കുട്ടിയമ്മ KN ബാലഗോപാലും സീതാറാം യെച്ചൂരിയെ ബോധ്യപ്പെടുത്തി. 1980-ൽ MA ബേബിക്കൊപ്പം നടത്തിയ കൊല്ലത്തെ കായൽ യാത്രയുടെ ഓർമ്മകളും പങ്കുവച്ചാണ് യെച്ചൂരി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ള ഒറ്റപ്പാലം PK ദാസ് മെഡിക്കൽ കോളേജിൽ ആസിഡ് കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 2 വനിതാ ജീവനക്കാരുടെ നില ഗുരുതരമായി തുടരുന്നു. റേഡിയോളജി വിഭാഗത്തിലെ ജീവനക്കാരികളെ ഡ്യൂട്ടിക്കിടെയാണ് ആസിഡ് കഴിച്ച് അവശനിലയിൽ കണ്ടെത്തിയത്. വിടുതൽ സമയത്ത് ആശുപത്രിയിൽ നിന്ന് ലഭിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാത്തതാകാം ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ശനിയാഴ്ച പുലർച്ചെ 3:30യോടെയാണ് ഒറ്റപ്പാലം വാണിയംകുളത്തുള്ള PK ദാസ് മെഡിക്കൽ കോളേജിലെ റേഡിയോളജി വിഭാഗത്തിലെ 2 വനിതാ ജീവനക്കാരെ അവശനിലയിൽ കണ്ടെത്തിയത്. നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പേരും ആസിഡ് കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ഇതേ മെഡിക്കൽ കോളേജിൽ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ബോണ്ട് അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇവർ. സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ച ഇരുവരുടെയും അവസാന പ്രവൃത്തി ദിവസമാണ് ആത്മഹത്യാശ്രമം ഉണ്ടായത്. സർട്ടിഫിക്കറ്റുകൾ ഇന്നലെ തിരിച്ചു നൽകാമെന്നായിരുന്നു മാനേജ്മെന്റ് അറിയിച്ചത്. എന്നാൽ ഇത് ലഭിക്കാത്തതിലുള്ള മനോവിഷമമാകാം ആത്മഹത്യാശ്രമത്തിന് കാരണമെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റിൽ എന്താ വരുന്നതെന്നും പറയാൻ പറ്റില്ല. കാരണം
ഇനിയിപ്പോൾ ഇവിടുന്ന് മറ്റേ ഇത് കടലാസ് കൊടുത്തില്ല, അതൊക്കെ മറ്റേ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല, എന്നും പറയാൻ പറ്റില്ല. അവർക്ക് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാലല്ലേ, ഇപ്പൊ നിങ്ങൾ കുറെ പഠിക്കുന്നുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ആവുള്ളൂ. അങ്ങനെ ഒരു കാരണം കൂടി ഉണ്ടാവാൻ സംശയം. എന്നാൽ അടുത്ത സൗഹൃദത്തിലായിരുന്ന ഇരുവർക്കും വേർപിരിയുന്നതിലെ വിഷമമാവാം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് മാനേജ്മെന്റിന്റെ വാദം. അത്യാസന്ന നിലയിലായ രണ്ടുപേരെയും ഇതേ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒറ്റപ്പാലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.